നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിട്ട് അധികകാലമായിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. അന്നു മുതൽ പല മാറ്റങ്ങളും തീരുമാനങ്ങളുമൊക്കെ ലോകവും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ലോകത്തിന്റെ പ്രതീക്ഷ പാഴായി പോയിട്ടില്ലെന്ന് തന്നെ പറയണം. എല്ലാ ദിവസവും ട്രംപിന്റെ പല തീരുമാനങ്ങളും നടപടികളും ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ അനധികൃത കുടിയേറ്റം തുടങ്ങി രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുന്നത് മുതൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള വാക്കുതർക്കവും വെല്ലുവിളിയുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനിയും ട്രംപിന്റെ പല തീരുമാനങ്ങളും നടപടികളും എല്ലാം നാം കാണേണ്ടിയും വരും. ഇപ്പോൾ ട്രംപ് പാകിസ്ഥാന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്നാണ് പുതിയ വിവരം. പാക് പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ US ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ച പുറപ്പെടുവിക്കുമെന്നാണ് വിവരം. പാകിസ്ഥാന് പുറമെ അഫ്ഗാൻ പൗരന്മാർക്കും വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ട്രംപിന്റെ ആദ്യ ടേമിൽ ട്രംപ് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2018 ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഇറാൻ, ലിബിയ, സൊമാലിയ, സിറിയ, യമൻ എന്നീ രാജ്യങ്ങളാണ് അന്ന് നടപടി നേരിട്ടത്. മറ്റു ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും യാത്രാ നിരോധന പട്ടികയിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താലിബാന്റെ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ 10,000-കണക്കിന് അഫ്ഗാൻ പൗരന്മാരാണ് പ്രത്യേക കുടിയേറ്റ വിസകളിൽ അഭയാർത്ഥികളായി US എത്തിയത്. ഇത്തരക്കാർക്ക് തിരിച്ചടിയാകും ട്രംപിന്റെ തീരുമാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US പ്രവേശിക്കുന്ന എല്ലാ വിദേശികൾക്കും സുരക്ഷാ പരിശോധന കർശനമാക്കണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് ജനുവരി 20 ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ പൂർണ്ണമായോ ഭാഗികമായോ യാത്രാ വിലക്ക് ഏർപ്പെടുത്തേണ്ട രാജ്യങ്ങളുടെ പട്ടിക മാർച്ച് 12-നകം തയ്യാറാക്കാനും ക്യാബിനറ്റ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ സഹായിച്ചതിൽ അമേരിക്ക പാകിസ്ഥാനെ അഭിനന്ദിച്ചിരുന്നു. ഭീകരരെ പിടികൂടാൻ സഹായിച്ചതിൽ പാകിസ്ഥാനോട് പ്രത്യേക നന്ദിയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ട്രംപിന്റെ അഭിനന്ദനത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതികരിക്കുകയും അമേരിക്കയും പാകിസ്ഥാനുമായുള്ള ബന്ധം പുതുക്കലാണിതെന്ന് പറയുകയും ചെയ്തിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ ചാവേർ ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ പിടികൂടുന്നതിന് അമേരിക്കയെ സഹായിച്ചതിനാണ് പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാനോട് നന്ദി അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കുന്നതിനിടെയാണ് കാബൂൾ വിമാനത്താവളത്തിൽ ബോംബാക്രമണം ഉണ്ടായത്. 170 അഫ്ഗാൻ പൗരന്മാരും 13 US സൈനികരുമാണ് അന്ന് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. IS അനുഭാവികളായ ഭീകരസംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. വിമാനത്താവളത്തിലെ അബേ ഗേറ്റിന് സമീപത്തും ബാരൻ ഹോട്ടലിന് സമീപത്തുമായി 2 സ്ഫോടനങ്ങളാണ് അരങ്ങേറിയത്. US പാകിസ്ഥാനെ അഭിനന്ദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന വാർത്തയും പുറത്തു വന്നത്. US യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാൻ അത് അത്ര നല്ലതായിരിക്കില്ല. പാകിസ്ഥാനെതിരെ ട്രംപ് കടുപ്പിക്കുകയാണ്. ട്രംപ് തുടങ്ങിയിട്ടേയുള്ളൂ. ലോകം ഇനിയും എന്തെല്ലാം ട്രംപിന്റെ തീരുമാനങ്ങൾ കാണാനിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.